ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കറികളൊക്കെ നമ്മളുണ്ടാക്കി. എന്നിട്ടും നമ്മൾ കുറേ കറികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കഴിക്കാൻ ആളില്ല, ഞങ്ങൾ 3 പേര് ഉള്ളേ. അപ്പം നമുക്ക് ആദ്യം വെള്ളം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് വേണ്ട, പപ്പടം തൊട്ട് തുടങ്ങാമെന്ന്. അപ്പോൾ ഇതേ പപ്പടം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിസ് ചെയ്യാമോ ഇന്നെന്താ പ്രത്യേകതയെന്ന്? ഇതേ ചോറുണ്ട്. നമ്മുടെ ഓണാട്ടുകരയിൽ ഇന്ന് ചെട്ടികുളങ്ങര കുംഭഭരണിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇത് അമ്മ രാവിലെ വെച്ചാണ്. പിന്നെ ഇത് ചൂരക്കറിയാണ്. ചൂരക്കറി ഇന്നലെ വെച്ചിരുന്നു കേട്ടോ. അപ്പം എല്ലാം കൂടി ഇന്ന് ചെയ്യണ്ടെന്നും പറഞ്ഞിട്ട് ഇത് സോയാബീൻ ദേവമോൻ പറഞ്ഞിട്ട് വെച്ചതാണ്. അവന് വേണമെന്നുള്ളതുകൊണ്ട് കാര്യം മാത്രം വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിത് വെക്കില്ലായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ വേറൊരു സ്പെഷ്യൽ. ഇത് ചക്കയും നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും കൂടിയിട്ട അവിയലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം, കൊഞ്ചും മാങ്ങയും. ഇത് നമ്മുടെ ഇന്ന് ഓണാട്ടുകരയിൽ ഏതൊരു വീട്ടിൽ ചെന്നാലും എപ്പോൾ ചെന്നാലും ഈ കൊഞ്ചും മാങ്ങയും കാണും കേട്ടോ. നമ്മുടെ ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് പരിപ്പ് ദേവമോന് വേണ്ടി മാത്രം വെച്ചു. നമുക്ക് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ദേവമോന് ചിക്കൻ കറി വേണ്ട, ദേവമോന് ചിക്കൻ ഫ്രൈ തന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ചിക്കൻ ഫ്രൈ എടുത്തു. പിന്നെ ഇത് മാങ്ങാച്ചാറും. പിന്നെ തീയലും തോരനും ഒന്നും വെച്ചില്ല, പായസം വെച്ചില്ല. കാരണം ഇതൊന്നും കൂട്ടാൻ നമ്മുടെ വീട്ടിൽ ആളില്ല കേട്ടോ. അപ്പോൾ ദേവമോൻ ഞങ്ങൾ ആദ്യമേ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തന്നെ നമുക്കിതൊന്നും കൂട്ടിത്തീരാത്തതുകൊണ്ട് നാളെ ഇരിക്കും. നമ്മൾ വെറുതെ വെച്ച് ഫുഡ് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അവനാദ്യം ഞങ്ങൾ വിളമ്പി വെച്ചു കേട്ടോ. ഇതൊക്കെ ഒരു ഷോയ്ക്ക് വെച്ചാണ്. ഈ അച്ചാറോ അവിയലോ ഈ തോരനുകളോ അങ്ങനെ ഒന്നും അവൻ കഴിക്കില്ല. അവന് ചിക്കനും ചിലപ്പോൾ മീൻ തന്നെ കൂട്ടിയെന്ന് വരത്തില്ല കേട്ടോ. പപ്പടം കഴിക്കില്ല. അപ്പോൾ ഇവൻ ഈ ചിക്കൻ കറി മാത്രം കൂട്ടി കഴിച്ചു. അപ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ വീട്ടിൽ 2 അതിഥികൾ വന്നു, കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോനും. അപ്പോൾ അവരും ആഹാരം കഴിച്ചു, നമ്മൾ സന്തോഷമായി, അവർ ഹാപ്പിയായിട്ടോ. അപ്പോൾ ടാറ്റാ.